Hi, welcome to Prep Academy. In this series, we discuss about the best CUT colleges in India. And in this video, we are going to see about the best CUT colleges for English. Now, actually, what do you learn in English literature and language? നമ്മളിവിടെ പഠിക്കുന്നത് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, ആൻഡ് ഇംഗ്ലീഷ് ഓണേഴ്സ് ഹെൽപ്സ് യു ടു ബിൽഡ് യുവർ ക്രിട്ടിക്കൽ തിങ്കിങ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, മാത്രമല്ല ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കും പഠിപ്പിക്കുന്നുണ്ട്. കോർ ടോപ്പിക്കാണ് ലാംഗ്വേജിന്റെ. ഇനി എന്താണ് നമ്മൾ CUT ഒരു ഇംഗ്ലീഷ് ഓണേഴ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ CUTയുടെ എന്തൊക്കെയാണ് സബ്ജക്ട്സ് നമ്മൾ എടുക്കേണ്ടത്? കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡെഫിനറ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കണം. മറ്റേതൊരു സബ്ജക്റ്റിനാണെങ്കിൽ നമുക്ക് സെക്ഷൻ 1 ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുത്താൽ മതി. പക്ഷേ നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് എടുക്കണം. ആൻഡ് അതർ ദാൻ ദാറ്റ് എനി 3 സബ്ജക്ട്സ് ഫ്രം സെക്ഷൻ 2. സെക്ഷൻ 2 നമുക്കറിയാം ഒരുപാട് ഡൊമൈൻസ് വരുന്നുണ്ട് അല്ലേ? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് ഡൊമൈൻസ് വരുന്നുണ്ട്. ഈവൻ സയൻസ് സബ്ജക്ട്സ് ലൈക്ക് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം വരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും 3 സബ്ജക്ട്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ സെക്ഷൻ 3, അതായത് ജനറൽ ടെസ്റ്റും കൂടെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ജനറൽ ടെസ്റ്റ് ചില യൂണിവേഴ്സിറ്റീസിന് ജനറൽ ടെസ്റ്റ് മാത്രം മതി. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഈ 3 ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം, 3 സബ്ജക്ട്സ് വേണം, ഓൾസോ യു ഷുഡ് റൈറ്റ് ജനറൽ ടെസ്റ്റ്. ഓക്കെ, ഇനി എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്? നമ്മൾ CUT UG പഠിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ്? ആൻഡ് ദ ബെസ്റ്റ് വൺ ഈസ് ജേർണലിസം. എല്ലാവർക്കും അറിയാം, കാരണം നല്ലൊരു ലാംഗ്വേജ് എക്സ്പേർട്ടാണ് എപ്പോഴും നമ്മുടെ മീഡിയയിലൊക്കെ ഇരിക്കുന്നത്. അതർ ദാൻ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, യു വുഡ് ബി ചൂസിങ് ഫോർ ദിസ് തിങ്സ് ലൈക്ക് പബ്ലിക് റിലേഷൻസ്, പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് നിങ്ങൾക്ക് കിട്ടും. കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ബ്ലോഗിങ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, പ്രൊഫഷണൽ ഏരിയ ആണ് കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ബ്ലോഗിങ്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് അക്കാഡമിക്സ് നമുക്ക് പറയാൻ പറ്റും. അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചും അല്ലാത്ത ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുമാണ്. ഇനി നമ്മൾ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഏതൊക്കെയാണ്? ലാംഗ്വേജിന്റെ കാര്യത്തിൽ JNU ആണ് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഫോർ ഇംഗ്ലീഷ്. ആക്ച്വലി എല്ലാ ലാംഗ്വേജസും നമ്മൾ JNU ആണ് ചൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്ട്സും നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് കുറച്ചും കൂടെ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. ബാക്കി സയൻസ് സബ്ജക്ട്സ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇംഗ്ലീഷിനും ഡൽഹി യൂണിവേഴ്സിറ്റി മികച്ച കോളേജസ് ഉണ്ട്. ലൈക്ക് ഹിന്ദു കോളേജ് ഉണ്ട്, സെയിന്റ് സ്റ്റീഫൻസ് ഉണ്ട്, അതുപോലെ തന്നെ JNU പോലെ തന്നെ BHU ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹൈദരാബാദിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി. ലാംഗ്വേജസിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് യു ഹാവ് ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഇൻ ഡൽഹി, ആൻഡ് ദർ ഇസ് ടെസ്പൂർ യൂണിവേഴ്സിറ്റി. ടെസ്പൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ഇംഗ്ലീഷ്. താങ്ക് യു.